Very good morning all and welcome back to our science classes. Today we are going to discuss a fresh lesson, that is your 13th chapter, motion and time. Okay, motion, and time. So in the previous classes we have discussed about something related to biology. That means reproduction in plants, transportation in plants and animals, like that things, right? So here we are moving to another part of science, that is physics. Okay. So you will study more about this physics, biology and chemistry in later classes. That division will come to you in 8th standard onwards. Okay. So you just listen to here, that is motion and time. Okay, so what do you mean by motion, or when we can say an object is in motion? എപ്പോഴാണ് നമുക്കൊരു ഒബ്ജക്റ്റ് മോഷനിലാണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ സാധിക്കുക? എങ്ങനെയാണ് നമുക്കൊരു ഒബ്ജക്റ്റിന്റെ മോഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ഓക്കെ, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? യാ, റൈറ്റ്. The object, if the object keeps on changing its position with time, a particular time ഒരു ഒബ്ജക്റ്റ് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് റൂമിൽ ഇപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ബ്ലാക്ക് ബോർഡ്, ഐ എം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ബ്ലാക്ക് ബോർഡ് ആൻഡ് ആഫ്റ്റർ സം ടൈം ഐ വിൽ വാക്ക് ടുവേർഡ്സ് ദി ഡോർ, അല്ലേ? അപ്പം എനിക്ക് എന്ത് പറയാൻ പറ്റും? ഞാൻ പെർട്ടിക്കുലർ ടൈമിൽ ഈ ബ്ലാക്ക് ബോർഡിന്റെ ഫ്രണ്ടിൽ നിന്ന് എങ്ങോട്ട് മാറി? ഡോറിന്റെ അടുത്തോട്ട് മാറി, അല്ലേ? അപ്പം എനിക്കൊരു പൊസിഷൻ ചേഞ്ച് വന്നു, പെർട്ടിക്കുലർ ടൈമിൽ, സെർട്ടൻ ടൈം ഇന്റർവെല്ലിൽ എനിക്കൊരു പൊസിഷൻ ചേഞ്ച് വന്നു, റൈറ്റ്? ഓക്കെ. സോ ഒരു ഒബ്ജക്റ്റിനെ ടൈം റിലേറ്റ് ചെയ്തുകൊണ്ട് ആ ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ്. ഓക്കെ. സോ ഹൗ വി ക്യാൻ സേ an object is in motion or an object is moving? Yeah, if an object changes or object keeps on changing its position with the time. Object keeps on changing or object changes its position with respect to time or with time. Then you can say the object is moving, right? The object is moving. അപ്പോൾ എങ്ങനെയാണ് മോഷൻ എന്ന് പറയാം? ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറി കാണുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ട്, അല്ലേ? ഓക്കെ. സോ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻസ് കാണാറുണ്ട്. ഒരു ഒബ്ജക്റ്റിന് അതിന്റെ പൊസിഷൻ keeps on changing its position with respect to time, then we can say the object is in motion. The object may be moving in a straight line, or object may be moving in a circular path, or it may be a periodic motion, like that. Okay, different types of motions നമുക്ക് നമ്മുടെ നോർമൽ ഡേയിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ സറൗണ്ടിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്സ് ഓഫ് മോഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, right? So here we can go through your textbook. Okay, so in class 6 you learn about the different types of motion, and you learn that a motion could be along a straight line, and it could be along circular, or it could be circular or periodic. Straight line motion ആയിരിക്കാം. എന്താണ് straight line motion എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡി എങ്ങനെയാണ് മൂവ് ചെയ്യുക? അത് സ്ട്രൈറ്റ് പാത്തിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുക. Then it is called straight line motion, right? ഇനി സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് സർക്കുലർ മോഷൻ എന്ന് പറയാം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ പീരിയോഡിക്, ഹൗ വി ക്യാൻ സേ ഇറ്റ് ഈസ് പീരിയോഡിക്? പീരിയോഡിക് എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്റ്റ് എന്താണ്, അതിന്റെ പൊസിഷൻ റിപ്പീറ്റ്സ് its position repeat in an equal interval of time. Equal interval of time ൽ അതിന്റെ പൊസിഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ക്ലോക്കിൽ ഒരു പെൻഡുലം മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രിങ്ങിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റോണിൽ ടൈ ചെയ്തിട്ടുള്ള സ്ട്രിങ് ആണെന്ന് വെച്ചെങ്കിൽ ഇതിനൊരു മെയിൻ പൊസിഷൻ ഇവിടെയുണ്ട്. ഇത് ജസ്റ്റ് ഫ്രീ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. ആൻഡ് ഇതിനൊരു ജസ്റ്റ് നമ്മളൊന്ന് വേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഫിക്സഡ് എന്താണ്, റൈറ്റ്? ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, അതുപോലെ റിട്ടേൺ വരുന്നു,
some distance opposite side move ചെയ്യും അല്ലേ then again it returns here and ഇങ്ങനെ ഒരു മോഷൻ തുടർന്നുകൊണ്ടേ അല്ലേ അതായത് പെർട്ടിക്കുലർ ടൈം ഇന്റർവെൽ തന്നെ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതാണ് നമ്മുടെ മെയിൻ പൊസിഷൻ അപ്പോൾ ഈ ഒരു മെയിൻ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ഈ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങോട്ട് പോകുന്നു വീണ്ടും തിരിച്ചിവിടെ വരുന്നു ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു again back return back അങ്ങനെ ഈ ഒരു പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനെ വെച്ചുകൊണ്ട് അതിന് റിപ്പീറ്റഡ് മോഷൻ സംഭവിക്കുകയാണ് ഈ സ്ട്രിങ്ങിൽ ഈ സ്ട്രിങ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോൺ ടച്ച് ചെയ്തിട്ടുള്ള സ്ട്രിങ്ങിന് ഒരു പീരിയോഡിക് മോഷൻ സംഭവിക്കുകയാണ് അപ്പോൾ ഇത്തരം മോഷൻ നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയാം ഓക്കെ പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ ഇതൊരു ഓസിലേറ്ററി മോഷൻ ഒക്കെ നമുക്ക് ലേറ്റർ ഓസിലേറ്ററി മോഷൻ എന്താണ് പീരിയോഡിക് മോഷൻ എന്താണെന്നൊക്കെ പഠിക്കാനുണ്ട് ഓക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക നമ്മുടെ ക്ലോക്കിന്റെ ഒക്കെ മോഷൻ ക്ലോക്കിന്റെ ഒക്കെ നീഡിൽ മൂവ് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം സർക്കുലർ മോഷനാണ് സർക്കിൾ ആയിട്ടാണല്ലോ അത് മൂവ് ചെയ്ത് വരുന്നത് അതുപോലെ തന്നെ അത് പീരിയോഡിക് മോഷനുമാണ് എന്തുകൊണ്ടാണ് ഒരു സെർട്ടൺ ടൈമിനുള്ള 60 മിനിറ്റ്സ് കഴിഞ്ഞാൽ ആ നീഡിൽസ് ഒക്കെ വീണ്ടും അതേ പാത്തിലൂടെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ആഫ്റ്റർ 60 മിനിറ്റ്സ് കഴിഞ്ഞാൽ വീണ്ടും അതേ പാത്തിലൂടെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ അപ്പോൾ ഒരു സെർട്ടൺ ഇന്റർവെല്ലിൽ ഈ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ സോ അത്തരം മോഷൻസിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ then here some examples are given to you in table 13.1 and you have to identify which type of motion are they right so first one we can read first one example of motion soldiers in a march past so have you ever seen a march past കണ്ടിട്ടുണ്ടോ ആരെങ്കിലും maybe നിങ്ങൾ അറ്റ്ലീസ്റ്റ് ടിവിയിലെങ്കിലും ടി വി ഷോസിലെങ്കിലും നിങ്ങൾ മാർച്ച് പാസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കില്ല ഇൻഡിപെൻഡൻസ് ഡേക്ക് മാർച്ച് പാസ്റ്റ് നടക്കുന്നത് അതുപോലെ തന്നെ പാസിംഗ് ഔട്ട് സെറമണി എന്താ നമ്മുടെ ആംഡ് ഫോഴ്സുകളിൽ അല്ലെങ്കിൽ ഏത് ഫോഴ്സിലാണെന്ന് വെച്ചെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സെറമണി ആംഡ് ഫോഴ്സിലാണെന്ന് വെച്ചെങ്കിലും പോലീസിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പട്ടാളത്തിലാണെങ്കിലും അങ്ങനെ നേവിയിലാണെങ്കിലും എല്ലാവർക്കും ഇതായിരിക്കും ഈ ഒരു പാസിംഗ് ഔട്ട് സെറമണിക്ക് ഓൾമോസ്റ്റ് എല്ലാ പാസിംഗ് ഔട്ട് സെറമണിക്കും മാർച്ച് പാസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ റിപ്പബ്ലിക് ഡേ അതിലൊക്കെ മാർച്ച് പാസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിലൊക്കെ എങ്ങനെയാണ് സോൾജേഴ്സ് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ടീം മെമ്പേഴ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യാറ് ആ ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെ ഒരു ക്ലിയർ വേ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ പോവുക അല്ലെ ഒരു എന്താ പറയുക ഒരു സിസ്റ്റമാറ്റിക് മോഷൻ ആയിരിക്കും അവരുടെ റൈറ്റ് ഓക്കെ അപ്പോൾ അത് സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആയിരിക്കും right for soldiers in a march past we can write the straight line motion and bullock cart moving on a straight road it's also straight line motion okay so you have to write the straight line motion and hands of an athlete in a race so what type of motion should exhibit by these hands of an athlete in a race നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു this type of motion ആയിരിക്കും അല്ലേ അതായത് ഒരു സെർട്ടൺ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് പോകുന്നു ബാക്കോട്ട് പോകുന്നു ആ ടൈമിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ടിലോട്ട് പോകുന്നു ദെൻ റൈറ്റ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് ബാക്കിലോട്ട് പോകുന്നു അങ്ങനെ ഒരു പീരിയോഡിക് മോഷനാണ് നമ്മുടെ ഹാൻഡ്സിന് ഒരു റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്ലറ്റ്സ് റണ്ണിങ് അല്ലെങ്കിൽ ജോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ടൈപ്പ് മോഷനാണ് വരുന്നത് ഏത് ടൈപ്പ് പീരിയോഡിക് മോഷനാണ് അവിടെ വരുന്നത് റൈറ്റ് സോ യു ഹാവ് ടു റൈറ്റ് ദ പീരിയോഡിക് മോഷൻ and pedals of a bicycle in motion so ഒരു ബൈസിക്കിളിന്റെ പെഡൽ നമ്മൾ ബൈസിക്കിൾ റൈഡ് ചെയ്യുമ്പോൾ ബൈസിക്കിളിന്റെ പെഡലിന് എന്ത് ടൈപ്പ് മോഷൻ ആണ് ദാറ്റ് ഷുഡ് ബി സർക്കുലർ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് പീരിയോഡിക് അല്ലെ സർക്കുലർ പാത്തിലൂടെയാണ് നമ്മൾ അത് പെഡലിംഗ് നടത്തുന്നത് അതുപോലെ തന്നെ അത് ഒരു സർട്ടൻ ടൈം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ സോ ഇറ്റ് ഷുഡ് ബി സർക്കുലർ ആൻഡ് ഓൾസോ പീരിയോഡിക് and motion of earth around sun is also circular as well as periodic earth സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത് 365 ഡേയ്സ് ആണ് നമ്മൾ എർത്ത് ഒരു റൗണ്ട് സണ്ണിനെ റിവോൾവ് ചെയ്ത് വരാൻ ആവശ്യമായിട്ടുള്ളത് അല്ലേ അപ്പോൾ ആ ഒരു 1 ഇയർ എന്ന് നമ്മൾ പറഞ്ഞ അതിനാണ് അപ്പോൾ 1 ഇയർ കഴിഞ്ഞാൽ വീണ്ടും എർത്ത് അതുപോലെ തന്നെ ആ സെയിം പാത്തിലൂടെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ റിവോൾവ് ചെയ്യാൻ തുടങ്ങും അതുപോലെ തന്നെയാണ് എർത്തിന്റെ എർത്ത് ഇറ്റ്സെൽഫ് റൊട്ടേറ്റ്സ് ബൈ ഇറ്റ്സ് ഓൺ ആക്സിസ് എന്ന് നമ്മൾ പറയാറില്ലേ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അതും എന്താണ് സർക്കുലർ മോഷൻ ആസ് വെൽ ആസ് പീരിയോഡിക് മോഷൻ അതുകൊണ്ടാണ് നമുക്ക് ഡേ ആൻഡ് നൈറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ ഓക്കെ സോ ഹിയർ യു ഹാവ് ടു റൈറ്റ് സർക്കുലർ ഓർ പീരിയോഡിക് ആൻഡ് മോഷൻ ഓഫ് എ സ്വിംഗ്
motion of a swing, what type of motion exhibited by a swing? It is periodic motion, right? നമ്മുടെ ഊഞ്ഞാലാടുന്നത് പീരിയോഡിക് മോഷൻ അല്ലേ, മുന്നോട്ട് പോകുന്നു അതേപോലെ ബാക്കിലോട്ട് വരുന്നു, വീണ്ടും ആ ഒരു ജസ്റ്റ് ആ ഒരു മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ. അപ്പോൾ സ്വിങ്ങിന്റെ മോഷൻ ഒരു പീരിയോഡിക് മോഷനാണ്. ദെൻ മോഷൻ ഓഫ് എ പെൻഡുലം, just we discussed here, motion of a pendulum, it is periodic motion. Okay, so you have to write all that types of motion, you have to fill that column, types of motion, right? Okay, so it is common experience that the motion of some objects is slow while that of some others is fast. So how we can say one object is moving faster than other, or one object is moving slower than other. എങ്ങനെയാണ് നമുക്ക് ഒരു ഫാസ്റ്റ്നെസ് അല്ലെങ്കിൽ സ്ലോനെസ്, ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഫാസ്റ്റ്നെസ് അല്ലെങ്കിൽ സ്ലോനെസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുക? എന്തിന്റെ ബേസിലാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? That we have to find. If one object comes a particular distance in less time when compared to other object that is covering the same distance with less time or with much more time. Okay, for example, നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട് ടെക്സ്റ്റില്, there we can find which one is faster or which one is slower. നോർമലി നമ്മൾ ഒരു സ്പീഡ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഫാസ്റ്റ് ആയിട്ടാണോ സ്ലോ ആയിട്ടാണോ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ സ്പീഡ് എങ്ങനെ പറയാം? സ്പീഡ് മീൻസ് ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ സയന്റിഫിക്കലി we can define speed, the distance covered or the distance traveled by an object in unit time. Okay, so speed എന്ന് പറഞ്ഞാൽ എന്താണ്? It is distance traveled by an object in unit time. Okay, unit time എത്ര ഡിസ്റ്റൻസ് അത് കവർ ചെയ്തു എന്നുള്ളതിനെയാണ് ആ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ മൂവിംഗ് ബോഡിയുടെ സ്പീഡ് എന്ന് നമ്മൾ നോർമലി പറയാറ്. നമുക്ക് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് മൂവ് ചെയ്തതിന് ഇപ്പോൾ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഒരു 10 കിലോമീറ്റർ മൂവ് ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 hours എടുത്തു എന്നുണ്ടെങ്കിൽ ഈ വെഹിക്കിളിന്റെ അല്ലെങ്കിൽ any other else object, ഓക്കെ, അതിന്റെ സ്പീഡ് നമുക്ക് എങ്ങനെ പറയാം? 10/5 2 കിലോമീറ്റർ പെർ ഹവർ എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ ഈ 2 കിലോമീറ്റർ പെർ ഹവർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒബ്ജക്റ്റ് 1 hourൽ 2 കിലോമീറ്റർ ദൂരം കവർ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് മീൻസ് the distance covered in unit time is called speed. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് 2 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ എന്താണ്? that object can cover 2 kilometer in 1 hour. 1 hourൽ ആ ഒബ്ജക്റ്റിന് 2 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ two cars നമ്മൾ 2 cars എടുക്കുകയാണ്. ഇത് കാർ എ ആൻഡ് ഇത് കാർ ബി കാറാണ് സപ്പോസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ്. ഓക്കെ, സോ ഈ രണ്ട് ഒബ്ജക്റ്റും ഇവിടെ നിന്ന് ഇതാണ് ഇതിന്റെ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഇത് ഫൈനൽ പൊസിഷൻ. ഓക്കെ, സോ ഇത് ഫൈനൽ പൊസിഷൻ. ഈ രണ്ട് ഒബ്ജക്ട്സിനും ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്തണം. ഇത് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിൽ എത്തിച്ചേർന്നു. ഈ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ബി എത്ര ടൈം എടുത്തു? 10 മിനിറ്റ്സ് എടുത്തു. Okay, so then can you say which one is faster, A or B? ഇതിൽ ഏതായിരിക്കും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഡെഫിനറ്റ്ലി സ്മോളർ ടൈം എടുത്ത ആളായിരിക്കും അല്ലേ? സെയിം ഡിസ്റ്റൻസ് ആണ് ഇവർ രണ്ടുപേരും കവർ ചെയ്യാനുള്ളത്, ബട്ട് സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു, അതേ ടൈമിൽ തന്നെ ബിയും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എ 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ്സ് കൊണ്ട് ഫൈനൽ പോയിന്റിൽ റീച്ച് ചെയ്തു. ഓക്കെ, ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്തു. ബട്ട് ബി ടേക്സ് 10 മിനിറ്റ്സ് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പോൾ ബി എന്താണ്? കൂടുതൽ സമയം എടുത്തു. എ അപേക്ഷിച്ച് എ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബി കൂടുതൽ ടൈം എടുത്തു. ദാറ്റ് മീൻസ് ബി ഈസ് സ്ലോവർ ദാൻ എ.
or we can say A is faster than B, or you can say B is slower than A. So എങ്ങനെയാണ് നമ്മൾ ഈ സ്ലോനെസ് അല്ലെങ്കിൽ ഫാസ്റ്റ്നെസ് പറഞ്ഞത്? ഇത് കവർ ചെയ്ത സ്പീഡും ഇത് കവർ ചെയ്ത ഡിസ്റ്റൻസും അതിനെടുത്ത ടൈമും റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ഒരു ബോഡി മൂവ് ചെയ്യുന്നത് ഫാസ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ സ്ലോ ആയിട്ടാണോ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ക്വാണ്ടിറ്റിയാണ് ദിസ് സ്പീഡ്. ഓക്കെ, സോ we can say A has more speed or much more speed than B. That means we can calculate like this. If this is 10 kilometer, ഇത് രണ്ടും 10 kilometers ആണ് എങ്കിൽ Aയുടെ സ്പീഡ് നമുക്ക് എങ്ങനെ പറയാം? Aയുടെ സ്പീഡ് മീൻസ് the distance covered 10 kilometer take time 5 minutes. A takes 5 minutes to cover this 10 kilometer and B takes 10 minutes to cover this 10 kilometer. 10 minutes to cover this 10 kilometer. So here 1 kilometer per minute and here 2 kilometer per minute. Okay, so ഇവിടെ ഏതാണ് കൂടുതൽ സ്പീഡ് കാണിക്കുന്നത്? A ആണ് കൂടുതൽ സ്പീഡ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ സ്പീഡിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് സ്പീഡ് എത്രയാണെന്ന് നോക്കിയിട്ടാണ് ഏതൊരു ഒബ്ജക്റ്റും ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് പറയുന്നത്. റൈറ്റ്, സോ സ്പീഡ് വാട്ട് യു മീൻ ബൈ സ്പീഡ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് within unit time, okay, or distance traveled in unit time. So we can find speed is equal to distance divided by time. Okay, so here you have an activity 13.1. Look at the figure 13.1. It shows the position of some vehicles moving on a road in the same direction at same instant of time. And now look at 13.2. It shows the position of the same vehicles after some time. From your observation of the two figures, answer the following questions. So, can you see the figures 13.1 and 13.2? Do you have textbook? Okay, so you should have textbook with you and you can see the figures 1 and 2. Okay, so what are the questions given to you? Which vehicle is moving the fastest of all and which of them is moving the slowest of all? And can you see or can you say which is fastest? Okay, ഈ ഫിഗർ നോക്കൂ നിങ്ങൾ. ഇതിലുള്ള എല്ലാ വെഹിക്കിൾസും ഒരു വെഹിക്കിൾ ഒഴിച്ച് ഈ ഒരു വെഹിക്കിൾ ഒഴിച്ച് ബാക്കി എല്ലാ വെഹിക്കിൾസും നമുക്ക് ഇതിലും സെക്കൻഡ് ഫിഗറിലും കാണാൻ സാധിക്കും. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സീ ദിസ് ഗ്രീൻ കാർ എവിടെയായിരുന്നു? ആദ്യം വളരെ ബാക്കിലായിരുന്നു. ബട്ട് ഈ 2, 3 അല്ലെങ്കിൽ 4, 5 കാർസ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഫിഗറിൽ വന്നപ്പോൾ ഈ ഗ്രീൻ കാറിലായി ഏറ്റവും ഫ്രണ്ടിൽ വരാൻ തുടങ്ങി. ഇവിടെ നമ്മൾ ഈ ഒരു വെഹിക്കിളാണ് ആക്ച്വലി ഈ ഒരു ബ്ലൂ വെഹിക്കിളാണ് ഫ്രണ്ടിലായി നിൽക്കുന്നതെങ്കിലും അതിൻ്റെ ജസ്റ്റ് പിന്നിലായിട്ട് നമ്മുടെ ഗ്രീൻ വെഹിക്കിൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെഹിക്കിൾ ജസ്റ്റ് ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്തിട്ടുള്ളൂ ആ ഒരു ഷോർട്ട് ടൈമിൽ. ബട്ട് ഈ ഒരു ഗ്രീൻ കാർ ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, സോ ഏതായിരിക്കും ഫാസ്റ്റസ്റ്റ് മൂവിങ്? ആ ഗ്രീൻ കാർ ആയിരിക്കും ഫാസ്റ്റസ്റ്റ് മൂവിങ്. അതായത് ഷോർട്ട് ടൈമിൽ ലോങ്ങർ ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഷോർട്ട് ടൈമിൽ ലോങ്ങർ ഡിസ്റ്റൻസ് കവർ ചെയ്ത ആൾക്കായിരിക്കും കൂടുതൽ സ്പീഡ് ഉണ്ടായിരിക്കുക. ഓർ വി ക്യാൻ സേ ദാറ്റ് ഈസ് ഫാസ്റ്റസ്റ്റ് മൂവിങ്. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് ആ ഒരു ഗ്രീൻ വെഹിക്കിളായിരിക്കും എന്ന് പറയാം നമുക്ക്. ഓക്കെ, ആൻഡ് സ്ലോവസ്റ്റ് ഓഫ് ഓൾ ദീസ് നമുക്ക് പറയാം ഈ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന ബ്ലാക്ക് കാറാണ്. അതിനെ പിന്നെ നമ്മൾ കാണുന്നേ ഇല്ല. മേ ബി അത് ഏറ്റവും ബാക്കിലായിട്ട് മൂവ് ചെയ്ത് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഏറ്റവും ബാക്കിലുള്ള ഈ ഒരു കാർ തന്നെയാണ് സ്ലോവസ്റ്റ് എന്ന് പറയാം. കാരണം അതിന് അധികം ചേഞ്ച് ഒന്നും വന്നിട്ടില്ല അതിന്റെ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന്, അല്ലേ? ഓക്കെ, സോ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജസ്റ്റ് യു ഹാവ് ടു ഐഡന്റിഫൈ വിച്ച് വൺ ഈസ് മൂവിങ് ഫാസ്റ്റസ്റ്റ്, ദാറ്റ് ഈസ് വിച്ച് വൺ ഈസ് കവറിംഗ് ലോങ്ങർ ഡിസ്റ്റൻസ് വിത്തിൻ ഷോർട്ട് ടൈം. കൂടുതൽ ദൂരം കുറച്ച് സമയം കൊണ്ട് കവർ ചെയ്യുന്ന ഏതാണോ അതായിരിക്കും ഫാസ്റ്റസ്റ്റ് മൂവിങ്. ഓക്കെ, so the distance moved by object in a given time interval of
interval of time can help us to decide which one is faster or slower. For example, imagine that you have gone to see off your friends at the bus stand, and suppose you start pedaling your bicycle at the same time as the bus begins to move. The distance covered by you after 5 times would be much smaller than that the bus is moving faster than the bicycle. Okay, അപ്പോൾ നമ്മളൊരു ബസ്സിന്റെ കൂടെ നമ്മൾ ബൈസിക്കിൾ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ നമുക്ക് എത്താൻ കഴിയണമെന്നില്ല അല്ലേ. നമ്മുടെ ബൈസിക്കിളിന്റെ സ്പീഡ് കുറവായിരിക്കും. നമുക്ക് അത്രയും ഡിസ്റ്റൻസ് അത്രയും ടൈം സ്മോൾ ടൈമിൽ നമുക്ക് ഓടിയെത്താൻ സാധിക്കില്ല. ബട്ട് ബസ്സിനൊക്കെ എന്താണ് വിത്തിൻ സെക്കൻഡ്സിൽ അത് കിലോമീറ്റേഴ്സ് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ when do you say the faster vehicle has a higher speed? In a 100-meter race, it is easy to decide whose speed is the highest, and one who takes shortest time to cover the distance of 100 meters has the highest speed. So ഇതെല്ലാം പറയുന്നത് എന്താണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഷോർട്ട് ടൈം ഇന്റർവെല്ലിൽ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റിയത് ആരാണോ അവരായിരിക്കും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്, അവർക്കായിരിക്കും സ്പീഡ് കൂടുതൽ. Okay, so here it is given how we can define speed. You are probably familiar with the word speed. In the examples given above, higher speed seems to indicate that a given distance has been covered in a shorter time or larger distance covered in a given time. Okay, ഒരു given ടൈമിലാണ് നമ്മൾ എങ്ങനെ പറയും, given ടൈമിൽ ലാർജർ ഡിസ്റ്റൻസ് കവർ ചെയ്ത ആൾക്കായിരിക്കും സ്പീഡ് കൂടുതൽ. ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഷോർട്ടർ ടൈമിൽ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്ത ആളും അധികം സ്പീഡുള്ള ആളായിരിക്കും. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഹൗ വി ക്യാൻ ഡിഫൈൻ സ്പീഡ്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്, the distance covered by an object in a unit time is called speed. Okay, so normally നമ്മൾ സ്പീഡ് എങ്ങനെയാണ് പറയാറ്, നമ്മളിപ്പോൾ ഒരു വെഹിക്കിളിന്റെ സ്പീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാറിന് 50 km/h ഒക്കെ സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു കാറിന് നമ്മൾ 50 km/h സ്പീഡ് ഉണ്ടെന്ന് പറയാറുണ്ട്. ഓക്കെ, സോ ഈ കാറിന്റെ 50 km/h സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് 50 കിലോമീറ്റേഴ്സ് 1 hour കൊണ്ട് അതിന് കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബട്ട് ഓൾ ടൈമിൽ അത് ഉണ്ടായിരിക്കണമെന്നില്ല. ഈ 50 km/h ആ ഒരു വെഹിക്കിളിന് മൂവ് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പൊ നോർമലി നമ്മൾ ആവറേജ് സ്പീഡാണ് ഒരു വെഹിക്കിളിന്റെ അല്ലെങ്കിൽ ജനറൽ പർപ്പസിന് നമ്മൾ സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒബ്ജക്റ്റിന്റെ ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ആവറേജ് ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാറ്, ആവറേജ് നമ്മൾ എങ്ങനെയാണ് നോർമലി നമ്മൾ ആവറേജ് എങ്ങനെയാണ് കാണാറ്, ടോട്ടൽ ഡിവൈഡ് നമുക്ക് ഒരു മാർക്സിന്റെ നമുക്ക് കിട്ടിയ മാർക്സിന്റെ ആവറേജ് കാണണമെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ എക്സാം പേപ്പേഴ്സിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്സിന്റെ ആവറേജ് നിങ്ങൾ കാണണമെങ്കിൽ എങ്ങനെയാണ് കാണാം, നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ എത്രയാണോ അതിന്റെ ഹോൾ പേപ്പേഴ്സിന് എത്രയാണോ ടോട്ടൽ മാർക്ക് വരുന്നത് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ ടോട്ടൽ മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പൊ നമ്മൾ ആവറേജ് സ്പീഡ് എങ്ങനെയാണ് കാണാം, ആവറേജ് സ്പീഡും അതുപോലെ തന്നെയാണ്. ആവറേജ് സ്പീഡ് കാണാൻ നമ്മൾ എന്താണ് ചെയ്യാം, ടോട്ടൽ ഡിസ്റ്റൻസ്, ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആവറേജ് ഡിസ്റ്റൻസ് കാണാം. എത്ര കിലോമീറ്റേഴ്സ് ആ വെഹിക്കിള് മൂവ് ചെയ്തു, അതിന് എത്ര ടൈം എടുത്തു. നമ്മൾ യൂണിറ്റ് ടൈമിൽ പറയുന്നതിന് പകരം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് സ്പീഡ് എത്രയാണ് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ യൂണിറ്റ് ടൈമിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എക്സാക്ട് ആയിട്ട് പറയേണ്ടി വരും. 1 hourൽ 50 കിലോമീറ്റേഴ്സ് ആ വെഹിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റും. മേ ബി അതിനെന്തായിരിക്കും, ചില എന്തെങ്കിലും സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വിത്തിൻ 1 hour 50 കിലോമീറ്റേഴ്സ് മൂവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ നോർമൽ പർപ്പസിൽ ജനറൽ പർപ്പസിൽ നമ്മൾ എന്താണ് ആവറേജ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്. ആവറേജ് സ്പീഡ് തന്നെയാണ് നമ്മൾ ജനറലി സ്പീഡ് എന്ന വേർഡ് കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. എത്ര ഡിസ്റ്റൻസ് അത് കവർ ചെയ്തു, അതിന് എത്ര ടൈം എടുത്തു. ഓക്കെ, സോ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് divided by total time taken. Okay.
So that is average speed. And അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഡിന്റെ ബേസിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ പറയാം. യൂണിഫോം സ്പീഡുള്ള മോഷൻസ് ഉണ്ട്, നോൺ യൂണിഫോം സ്പീഡുള്ള മോഷൻസ് ഉണ്ട്. എന്തായിരിക്കും യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ, അതായത് ഇന്റർവെൽ ഓഫ് ടൈമും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കവേർഡ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറയാ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ when the object travels a fixed distance same time capsൽ ഫിക്സഡ് ഡിസ്റ്റൻസ് കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, സ്ട്രൈറ്റ് ലൈനിൽ അത് മൂവ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ഈ എ എന്ന പൊസിഷനിൽ ബി എന്ന പൊസിഷനിൽ എത്തി, ദെൻ സിയിലെത്തി, ദെൻ ഡിയിലെത്തി, അറ്റ് ലാസ്റ്റ് കംസ് ടു എഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇതൊരു 5 കിലോമീറ്റേഴ്സ് 2 മിനിറ്റ് കൊണ്ട് മൂവ് ചെയ്തു. നെക്സ്റ്റ് ബിയിൽ നിന്ന് സിയിലേക്ക് എത്താൻ അത് വീണ്ടും ഒരു 5 കിലോമീറ്റേഴ്സ് എടുത്തു, അതിനും അത് 2 മിനിറ്റ്സ് ആണ് ഉപയോഗിച്ചത്. ദെൻ സിയിൽ നിന്ന് ഡിയിലെത്താൻ വീണ്ടും 5 കിലോമീറ്റേഴ്സ് എടുത്തു, അതിനും അതൊരു 2 മിനിറ്റ്സ് ആവശ്യമായി വന്നു. അപ്പൊ ഈ ഒബ്ജക്റ്റ് എന്താണ്, ഇവിടെ നിന്ന് 5, ദെൻ ഇവിടെ വരെ എത്തുമ്പോൾ അത് 10 ആവും, നെക്സ്റ്റ് 15 ആവും, ഇത് 20 ആവും. സോ ഇവിടെ 4 ആവും, ടൈം ഇവിടെ 4 ആവും, 6 ആവും, 8 ആവും, 10 ആവും, അങ്ങനെ പോകും. അതായത് എന്താണ്, സെയിം ടൈം ഇന്റർവെല്ലിൽ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. 2 സെക്കൻഡ്സ് കൊണ്ട് 5 കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്നു, നെക്സ്റ്റ് 2 സെക്കൻഡ്സ് കൊണ്ടും 5 കിലോമീറ്റർ കവർ ചെയ്യുന്നു, ആൻഡ് നെക്സ്റ്റ് 2 സെക്കൻഡ് കൊണ്ട് 5 കിലോമീറ്റർ കവർ ചെയ്തു. അങ്ങനെ സെയിം ടൈം ഇന്റർവെല്ലിൽ സെയിം ടൈം ഗ്യാപ്പിൽ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ആ മോഷൻ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ വാട്ട് ഈസ് യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ? when the object travels a fixed distance same time ഗ്യാപ്പിൽ ഫിക്സഡ് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ്, സെയിം ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റിന്റെ ടൈം ഗ്യാപ്പ് ആണുള്ളത്. ഫിക്സഡ് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്ത് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ അത്തരം മോഷനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയാം. ഇനി ഡിഫറെന്റ് ടൈം ഇന്റർവെല്ലിൽ ഡിഫറെന്റ് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നു. Okay, so in everyday life we seldom find objects moving with a constant speed over long distance or for long duration of time. If the speed of an object moving along a straight line keeps changing, its motion is said to be non-uniform. അതായത് സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ടൈമിനനുസരിച്ച്. ഫസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്, ഒരു ആദ്യത്തെ 2 മിനിറ്റ്സ് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, ആൻഡ് നെക്സ്റ്റ് 2 മിനിറ്റ്സ് ഇറ്റ് മൂവ്സ് 10 കിലോമീറ്റേഴ്സ്. അപ്പോൾ എന്തായാലും ഇവിടെ ഫസ്റ്റ് 2 മിനിറ്റ്സ് കൊണ്ട് ഇത് 5 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു, നെക്സ്റ്റ് 2 മിനിറ്റ്സ് കൊണ്ട് അത് എന്താണ് ഒരു 10 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, സിയിലെത്തുമ്പോഴേക്കും അത് ടോട്ടൽ 15 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് 2 സെക്കൻഡ്സിലാണെങ്കിൽ 3 സെക്കൻഡ്സിലാണ് എന്തായിരിക്കും 20 കിലോമീറ്റേഴ്സ് ആയി. അപ്പോൾ അവിടെ ചേഞ്ച് വന്നു, ഇവിടെ 10 കിലോമീറ്റേഴ്സ് ആണ് കൂടിയത്, ഇവിടെ 5 കിലോമീറ്റേഴ്സ് ആണ് കൂടിയത്, ഇനി മേ ബി ഇവിടെ ഒരു 40 കിലോമീറ്റേഴ്സ് ഒക്കെ കൂടാം. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടാണ് ഈ സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ടൈം മാറുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ടൈം സ്പീഡ് കവർ ചെയ്യും, ഡിഫറെന്റ് ഡിസ്റ്റൻസ്. അതായത് സെയിം ഡിസ്റ്റൻസ് അല്ല കവർ ചെയ്യുന്നത്, കൂടുതലായിട്ട് വരുന്നു അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു. എന്തായാലും സെയിം അല്ലാതെ വരികയാണെങ്കിൽ അതിനെ യൂണിഫോം അല്ല, നോൺ യൂണിഫോം മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി യൂണിഫോം മോഷൻ ആണെങ്കിലോ, ഓൺ ദ അതർ ഹാൻഡ് an object moving along a straight line with a constant speed it is called uniform motion. Constant speed ആവണമെങ്കിൽ എങ്ങനെയായിരിക്കണം, സെയിം ടൈം ഇന്റർവെല്ലിൽ സെയിം ഗ്യാപ്പ് സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവുക. അതായത് 2 സെക്കൻഡ്സിൽ 5 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു, നെക്സ്റ്റ് 2 സെക്കൻഡ്സിലും 5 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു, നെക്സ്റ്റ് 2 സെക്കൻഡ്സിലും 5 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. അങ്ങനെ സെയിം ഡിസ്റ്റൻസ് സെയിം ടൈം ഇന്റർവെല്ലിൽ കവർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം അതെന്താണ് യൂണിഫോം മോഷനിലാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ നോർമലി സ്പീഡിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ്, അല്ലെങ്കിൽ ആവറേജ് സ്പീഡ്, യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ജനറൽ പർപ്പസിൽ നമ്മൾ സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആവറേജ് സ്പീഡിനെ തന്നെയാണ്.
ഇനി അതൊരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നു. ഈ സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നു, നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് സ്പീഡിനെ പറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് മൂവിങ് ഫാസ്റ്റർ ഓർ സ്ലോവർ ദാൻ അതേഴ്സ് എന്ന് നമ്മൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം വാട്ട് ഈസ് ഇറ്റ്സ് സ്പീഡാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, സോ that's all for today, and here we are going to conclude today's class, and next we have to find or we have to discuss how we can measure time, that we will discuss in the coming classes. Okay, so we just read your textbooks thoroughly, and not much more things we have discussed today, only small things, that is actually ഇതിൽ നമ്മൾ പഠിച്ച പോയിന്റ് എന്ന് മാത്രമാണ് എന്താണ് സ്പീഡ്, എന്താണ് ആവറേജ് സ്പീഡ്, ആൻഡ് വാട്ട് ഈസ് യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ, ആൻഡ് ഹൗ വി ക്യാൻ സേ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഫാസ്റ്റർ ദാൻ അതർ വൺ. ആ ഇത്രയും സ്മോൾ പോർഷൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ യു ഷുഡ് റീഡ് യുവർ ടെക്സ്റ്റ് ബുക്സ് thoroughly, and you have to study it very well. Okay, so take care children, we can meet in the coming classes. Till then, thank you and bye.